ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ ഇൻസ്ട്രക്ടർ ഗൈഡ് ക്ലാസ്സിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായ റെക്ടിഫയേഴ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ നിങ്ങൾ പഠിച്ച അതേ ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെ വളരെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ പോസ്റ്റ്. അപ്പോൾ വളരെ ഡെഡിക്കേഷനോട് കൂടി നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് റെക്ടിഫയേഴ്സിൻ്റെ ബാക്കി ക്ലാസ്സിലേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റെക്ടിഫയർ സർക്യൂട്ട് ദാറ്റ് റെക്ടിഫൈസ് ബോത്ത് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്യാൻ ബി ടേംഡ് ആസ് എ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് സൈക്കിളിനെയും അതെന്ത് ചെയ്യും, റെക്ടിഫൈ. രണ്ടിനെയും റെക്ടിഫൈ എന്നുകൊണ്ടാണത് ഫുൾ വേവ് റെക്ടിഫയർ എന്നറിയപ്പെടുന്നത്. ഇറ്റ് റെക്ടിഫൈസ് ദ കംപ്ലീറ്റ് സൈക്കിൾ. ആ സൈക്കിൾ ഫുള്ളായിട്ട് അത് റെക്ടിഫൈ. ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ക്യാൻ ബി മെയ്ഡ് ഇൻ 2 types. 2 തരത്തിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ക്യാൻ ബി മെയ്ഡ് ഇൻ 2 types. ഫസ്റ്റ് വൺ center taped full wave rectifier and second one bridge full wave rectifier. First one center taped full wave rectifier and second one bridge full wave rectifier. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻറ്റർ ടേപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. സെൻറ്റർ ടേപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റെക്ടിഫയർ സർക്യൂട്ട് ഹൂസ് ട്രാൻസ്ഫോമർ സെക്കൻഡറി is tapped to get the desired output voltage using 2 diodes alternately to rectify the complete cycle is called as a center taped full wave rectifier circuit. അപ്പോൾ ഒരു റെക്ടിഫയർ സർക്യൂട്ട് whose transformer secondary is tapped to get the desired output voltage using 2 diodes alternatively to rectify the complete cycle is called as center taped full wave rectifier. അതുപോലെ തന്നെ the transformer is center taped here unlike the other cases. The features of a center taping transformer are, first point പറയുന്നത് the taping is done by drawing a lead at the midpoint on the secondary winding. അടുത്ത എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ the winding is split into 2 equal halves by doing so. ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ the voltage at the tapped midpoint is 0 ആയിരിക്കും. This forms a neutral point. അങ്ങനെ ചെയ്യുമ്പോൾ അത് 0 ആയി കഴിയുമ്പോൾ അതൊരു ന്യൂട്രൽ പോയിന്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ the center tapping provides 2 separate output voltages which are equal in magnitude but opposite in polarity to each other. അപ്പോൾ സെൻറ്റർ ടാപ്പിംഗ് പ്രൊവൈഡ് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പക്ഷേ അതിൻ്റെ വേറൊരു പ്രത്യേകത അതിൻ്റെ ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി ടു ഈച്ച് അതർ, ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എ നമ്പർ ഓഫ് ടേപ്പിംഗ്സ് ക്യാൻ ബി ഡ്രോൺ ഔട്ട് ടു ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വോൾട്ടേജസ്. ഇനി അടുത്തത് ദ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ വിത്ത് 2 റെക്ടിഫയർ ഡയോഡ്സ് ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ സെൻറ്റർ ടേപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ടേപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ടെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട്, മാഗ്നിറ്റ്യൂഡ്, ഡയോഡ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വർക്കിംഗ് ഓഫ് എ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ എബവ് ഫിഗർ. ആ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകത വെൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ഡേറ്റ് ദ പോയിന്റ് എം ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ബിക്കം പോസിറ്റീവ് ടു ഈച്ച് അതർ. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് പറയുന്നത് ദ വർക്കിംഗ് ഓഫ് എ സെൻറ്റർ ടേപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ദ പോയിന്റ് എം അറ്റ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ബിക്കം പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് എൻ ആയിട്ട് മാറും. ദിസ് മേക്സ് ദ ഡയോഡ് D1 ഫോർവേഡ് ബയസ്ഡ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് മാറും.
അങ്ങനെ വരുമ്പോൾ കറണ്ട് I1 flows through the load resistor from A to B. ലോഡ് റെസിസ്റ്റർ എയിൽ നിന്ന് ബിയിലോട്ട് അത് ട്രാൻസ്ഫർ ആവും. വി നൗ ഹാവ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അത്രയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. വെൻ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് സപ്ലൈഡ്, ദ പോയിന്റ് എം അറ്റ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ബിക്കംസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൻ. ഈ എം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാറും. ദിസ് മേക്സ്, അങ്ങനെ വരുമ്പോൾ D2 ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് മാറും. ഈ D2 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും. ഹെൻസ് കറണ്ട് I2 ഫ്ലോസ് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ ഫ്രം A to B. എയിൽ നിന്ന് ബിയിലോട്ട് മാറും. We now have the positive half cycle in the input even during the negative half cycle of the input. Negative half cycle of the input. Okay. ഇനി അടുത്ത് നമുക്ക് അതിൽ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇൻപുട്ട് വേവ് ഫോമും അതിൻ്റെ ഔട്ട്പുട്ടും. ദ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റൈൻഡ് ഫോർ ബോത്ത് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇറ്റ് ഈസ് ഓൾസോ ഒബ്സർവ്ഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഫോർ ബോത്ത് ദ ഹാഫ് സൈക്കിൾ. അപ്പോൾ ഹാഫ് സൈക്കിൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷനിലായിരിക്കും. ഡയറക്ഷൻ അത് സെയിം ആയിരിക്കും ഫോർ ബോത്ത് ദ ഹാഫ് സൈക്കിൾ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് ഹാഫ് സെക്കൻഡറി വൈൻഡിങ് ആണ്. ശ്രദ്ധിക്കണം, ഹാഫ് സെക്കൻഡറി വൈൻഡിങ് ഈസ് VM. ദ ഹോൾ ഓഫ് ദ സെക്കൻഡറി വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ നോൺ കണ്ടക്റ്റിംഗ് ഡയോഡ്. അങ്ങനെ ആകുമ്പോൾ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് ട്വൈസ് ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് ദ half secondary winding, that is PIV is equal to 2 into V. Okay, ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. There are few disadvantages for center tapped full wave rectifier such as, first one എന്ന് പറയുന്നത് location of center taping is difficult. The DC output voltage is small. അതുപോലെ തന്നെ PIV of the diode should be high. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സെക്കൻഡ് വൺ, ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് വിച്ച് യൂട്ടിലൈസസ് 4 diodes connected in bridge form so as not only to produce the output during the full cycle of the input but also to eliminate the disadvantages of the center taped full wave rectifier. അപ്പോൾ ഈ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ടേപ്പിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നോ അതിനെല്ലാം നമുക്ക് എലിമിനേറ്റ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് 4 diodes connected in bridge circuit is employed to get a better full wave output response. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ when the positive half cycle of the input supply is given, point P becomes positive with respect to point Q. This makes diode D1. ഇതാണ് ഒരിക്കൽ കൂടി പറയാം. The full wave rectifier with 4 diodes, ഇവിടെ നമ്മൾ 4 diodes ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Connected in bridge circuit is employed to get better full wave output response. ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത, when the positive half cycle of the input supply is given, point P, ഈ point P become positive with respect to the point Q. അതുവഴി this makes the diode D1 അതുപോലെ തന്നെ D1 and D3 forward bias while D2 and D4 reverse bias. D1 ഉം D3 ഫോർവേഡും D2 ഉം D4 ഉം റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കും. These 2 diodes will now be in series with the load resistor. Okay. When the negative half cycle, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ the input supply is given, point P becomes negative with respect to the point Q. അങ്ങനെ ചെയ്യുമ്പോൾ this makes diode D1 and D3 reverse biased ആവും. D1 and D3 നേരത്തെ ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്നു, അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് റിവേഴ്സ് ബയാസ്ഡ് ആയി മാറും. അതുപോലെ തന്നെ D2 ഉം D4 ഉം ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് മാറും.
These two diodes will now be in series with the load resistor. Series with the load resistor RL. Okay, അതിൻ്റെ ഇൻപുട്ട് വേവ് ഫോമും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VM ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ സെൻട്രൽ ടൈപ്പിലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 2VM ആയിരിക്കും. ഇതിലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു VM ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഈ റെക്ടിഫയർ. ഈ റെക്ടിഫയറിൻ്റെ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ നീഡ് ഓഫ് സെൻറ്റർ ടേപ്പിംഗ്. സെൻറ്റർ ടേപ്പിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. The DC output voltage is twice that of the center taped full wave rectifier. Center taped full wave rectifier. അതുപോലെ തന്നെ peak inverse voltage of the diode is of the half value that of the center taped full wave rectifier. Center taped full wave rectifier. അതുപോലെ തന്നെ the design of the circuit is easier with the better output. അതുപോലെ IDC is equal to 2IM divided by pi, that is equal to 0.636 IM. VDC is equal to 0.636 VM ആയിരിക്കും. അതുപോലെ തന്നെ IRMS is equal to IM divided by root 2. IRMS is equal to IM divided by root 2. IRMS is equal to IM divided by root 2. അതുപോലെ തന്നെ eta is equal to PDC divided by PAC. PDCക്ക് പകരം നമുക്ക് 2VM by pi the whole square. അതുപോലെ തന്നെ PACക്ക് പകരം VM by root 2 the whole square, that is equal to 8 by pi square. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ 0.812 ആയിരിക്കും. അതിനെ നമ്മൾ പെർസെൻറ്റേജിൽ 81.2% ആക്കി മാറ്റും. 81.2%. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ റെക്ടിഫയർ എഫിഷ്യൻസിയാണ്. റെക്ടിഫയർ എഫിഷ്യൻസി. റെക്ടിഫയർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ദ ഫോം ഫാക്ടർ ഓഫ് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ഈസ് ഗിവൺ ബൈ F is equal to IRMS divided by IDC. IRMS equal to IM by root 2 divided by IDC 2IM by pi. അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1.11 ആയിരിക്കും. F is equal to 1.11 റെക്ടിഫയർ എഫിഷ്യൻസി. ഓക്കെ, അതുപോലെ റിപ്പിൾ ഫാക്ടർ IRMS divided by IDC minus 1 the whole raised to 1 by 2, that is again equal to F square minus 1 the whole raised to 1 by 2. F ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.11 the whole square minus 1 the whole raised to 1 by 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.48 എന്ന് കിട്ടും. 0.48 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ TUF എന്ന് പറയുന്നത് 0.693 ആയിരിക്കും. TUF is equal to 0.693. അപ്പോൾ ഈ വാല്യൂസൊക്കെ നിങ്ങൾ ഓർത്ത് വച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ ആ ടേംസും അതിൽ നമ്പർ ഓഫ് ഡയോഡ്സും ഹാഫ് വേവ് റെക്ടിഫയറിലും സെൻറ്റർ ടൈപ്പിലും അതുപോലെ തന്നെ ബ്രിഡ്ജിലും യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡയോഡ്സ് ഹാഫ് വേവ് റെക്ടിഫയറിൽ 1, സെൻറ്റർ ടൈപ്പിൽ 2, ബ്രിഡ്ജിൽ 4 ആയിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ടേപ്പിംഗ് ഹാഫ് വേവിൽ ഉണ്ടാകത്തില്ല, സെൻറ്റർ ടൈപ്പിൽ ഉണ്ടാകും, ബ്രിഡ്ജിൽ ഉണ്ടാകത്തില്ല. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM 2VM, ബ്രിഡ്ജിൽ VM ആയിരിക്കും. മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാഫ് വേവിൽ 40.6% ആയിരിക്കും. സെൻറ്റർ ടേപ്പിലാണെങ്കിൽ 81.2%. അതേപോലെ തന്നെ ആയിരിക്കും ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിൽ. ഇനി അതുപോലെ തന്നെ ആവറേജ് ഓർ DC കറണ്ട് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൽ IM ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. അതുപോലെ തന്നെ സെൻറ്റർ ടേപ്പിൽ 2IM by pi ആയിരിക്കും. ബ്രിഡ്ജിലും 2IM by pi ആയിരിക്കും. അതുപോലെ തന്നെ DC വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ DC വോൾട്ടേജ് VM by pi ആയിരിക്കും. സെൻറ്റർ ടൈപ്പിലാണെങ്കിൽ 2VM by pi ആയിരിക്കും. ബ്രിഡ്ജിലും അതേപോലെ തന്നെ. RMS കറണ്ട് IM by 2 ആയിരിക്കും ഹാഫ് വേവ് റെക്ടിഫയർ എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സെൻറ്റർ ടൈപ്പിലാണെങ്കിൽ IM by root 2 ആയിരിക്കും. ബ്രിഡ്ജിലും IM by root 2 ആയിരിക്കും. ഇനി അതുപോലെ റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവിൽ 1.21, സെൻറ്റർ ടൈപ്പിൽ 0.48 ആയിരിക്കും. ബ്രിഡ്ജിൽ 0.48. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് Fin 2 into Fin അതുപോലെ തന്നെ 2FIN ആയിരിക്കും. ഓക്കെ, ബ്രിഡ്ജിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് റെക്ടിഫയേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ റെക്ടിഫയേഴ്സിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആ ടോപ്പിക്ക് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി
കണ്ടുമുട്ടാം. അതുവരയ്ക്കും ഗുഡ് ബൈ.